നാം ലോകത്തിന് അനുരൂപരാകരുത്. ലോകം നമ്മെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. മനുഷ്യർക്ക് വേണ്ടി, ലോകത്തിനു വേണ്ടി നാം ജീവിക്കാതെ നാം നമുക്ക് വേണ്ടി ജീവിക്കണം. യേശുവിന് വേണ്ടി ജീവിക്കണം. ഒരു തെറ്റും ചെയ്യാതെ മറ്റുള്ളവർ പരിഹസിക്കുമ്പോൾ തളരരുത്. ആളുകൾ നമ്മെ കളിയാക്കുമ്പോൾ ആ കളിയാക്കലിന് നാം ചെവി കൊടുക്കാതെ യേശുവിൻ്റെ കരം പിടിച്ച് മുന്നോട്ട് നീങ്ങണം. ഞാൻ പിടിച്ചിരിക്കുന്നത് യേശുവിൻ്റേതാണ്, അസാധ്യമായത് സാധ്യമാക്കുന്നവൻ്റെ കരമാണ് എന്ന ചിന്ത നാം ഉൾക്കൊണ്ടു വേണം ജീവിക്കുവാൻ. പിന്നെ എന്തിനു ഭയപ്പെടണം? എല്ലാവരും കൈവിടുമ്പോൾ നാം ദൈവത്തിൽ ആശ്രയിക്കുന്നു. നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ ആരും നമ്മുടെ കൂടെ ഉണ്ടാകില്ല, കൂട്ടുകാരുണ്ടാകില്ല. നമ്മുടെ കർത്താവ് അങ്ങനെയല്ല. അവൻ എത്ര വലിയവനെന്നോ ചെറിയവനോ എന്നോ മുഖനോട്ടമില്ല. നമ്മുടെ കർത്താവ് നമ്മുടെ മുഖത്തെയല്ല നോക്കുന്നത്, ഹൃദയത്തെയാണ്. അവിടെ അഴുക്കു പാടില്ല. കർത്താവ് ഹൃദയശുദ്ധി പരിശോധിക്കുന്നു. ആ ഹൃദയം വൃത്തിയുള്ളതായിരിക്കണം. അങ്ങനെയുള്ളവരെ കർത്താവ് അനുഗ്രഹിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും എന്ന വചനം നമുക്ക് ഓർക്കാം. നമുക്ക് മനുഷ്യരെ ഭയപ്പെടാതെ യേശുവിനെ ഭയപ്പെട്ട് സ്നേഹിച്ച് ജീവിക്കാം. ആമേൻ.